യുപിയിലെ സംഭാൽ ജില്ലയിൽ തർക്കത്തിലിരിക്കുന്ന ഷാഹി ജുമാ മസ്ജിദിൽ മുന്നറിയിപ്പില്ലാതെ സർവേ നടത്തിയതിൽ പ്രതിഷേധം ശക്തം. സിവിൽ കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനോടാണ് പ്രതിഷേധമുയർന്നത്. ഇന്നലെയാണ് കോടതി മസ്ജിദിൽ സർവേക്ക് ഉത്തരവിട്ടത്. മസ്ജിദ് പണ്ട് ഹിന്ദു ക്ഷേത്രമാണെന്ന ഹർജിയിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. മുഗൾ കാലഘട്ടത്തിൽ, അതായത് 1529 വിഷ്ണു ക്ഷേത്രം തകർത്ത് ബാബർ പള്ളി നിർമ്മിച്ചുവെന്നാണ് ഉത്തർപ്രദേശിലെ സംഭൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം. ഷാഹി ജുമാ മസ്ജിദ് പള്ളിയല്ല, ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് തീവ്ര ഹിന്ദുത്വ അഭിഭാഷകൻ ഹരിശങ്കർ ജെയിൻ ഉൾപ്പെടെ 8 പേർ ഹർജി സമർപ്പിച്ചു. പള്ളിക്കുള്ളിൽ ഹരിഹർ മന്ദിറിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളുമുണ്ടെന്നും ജുമാ മസ്ജിദ് സംരക്ഷണ സമിതി നിയമവിരുദ്ധമായി ഈ സ്ഥലം ഉപയോഗിക്കുകയാണെന്നും ഹർജിക്കാർ വാദിച്ചു. തുടർന്ന് കേസ് പരിഗണിച്ച യുപിയിലെ പ്രാദേശിക സിവിൽ കോടതി സർവേക്ക് ഉത്തരവിട്ടു. നവംബർ 29-നകം സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. എന്നാൽ ഈ ഉത്തരവിന് മണിക്കൂറുകൾക്കകം അഭിഭാഷക കമ്മീഷണർ പ്രദേശത്തെത്തി സർവേ നടത്തി. മസ്ജിദിന്റെ ചിത്രങ്ങളും വീഡിയോയും പകർത്തി. പെട്ടെന്നുണ്ടായ നടപടി പരിഭ്രാന്തിക്കും വിമർശനത്തിനും വഴിമരുന്നായി. ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. ബാബറി മസ്ജിദ് വിധിയോടെ ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിം ആരാധനാലയങ്ങളെ ആക്രമിക്കാൻ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പദ്ധതിയിടുന്നതായി ഒവൈസി പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഷാഹി ജുമാ മസ്ജിദിൽ പെട്ടെന്ന് നടത്തിയ സർവേയെന്നും ഒവൈസി പറഞ്ഞു. മറുവശം പോലും കേൾക്കാതെയുള്ള ഈ നടപടി ബാബറിയുടെ താഴികക്കുടം തകർത്ത സംഭവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും ഒവൈസി പറഞ്ഞു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കും മുൻപായിരുന്നു സർവേയെന്നും ജുമാ മസ്ജിദ് സംരക്ഷണ സമിതിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരം കൂടിയാണ് ഇതോടെ നഷ്ടമായതെന്ന് സംഭൽ എം പി സിയാഉർ റഹ്മാൻ ബാറക് പ്രതികരിച്ചു. വിമർശനങ്ങൾ ശക്തമായതോടെ അഭിഭാഷക കമ്മീഷണർ രംഗത്തെത്തി. വ്യക്തിപരമായ തിരക്കുകൾ കാരണമാണ് സർവേ നേരത്തെ നടത്തിയതെന്നായിരുന്നു കമ്മീഷണറുടെ വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.